ഹലോ എവ്രി വൺ. അപ്പോൾ നമുക്കൊന്ന് മൈസൂർ വരെ പോയി വന്നാലോ? രാവിലെ ഒരു 5:30-6 മണി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേനു. മൈസൂരിൽ ഞങ്ങൾ ആദ്യമായിട്ടൊന്നല്ല കേട്ടോ പോകുന്നത്. ലോങ് ഡ്രൈവ് ഞങ്ങൾക്ക് രണ്ടാക്കും ഒരുപോലെ ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഒരു ഡേ സ്റ്റേ ചെയ്യാൻ വിചാരിച്ചിട്ട് കേട്ടോ പോയത്. അങ്ങനെ ഇതാ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള ഈ ഒരു ട്രക്കിൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ മൈസൂരിൽ പോകുമ്പം എപ്പോഴും ഇവിടെ നട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ വെജ് പുലാവ് തന്നെയാണ്. എന്താണെന്നറിയില്ല, ആ ഒരു ടേസ്റ്റ് എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അത്രയും അടിപൊളിയാട്ടോ. ഐസിക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവർക്കും കൊടുത്ത് പിന്നെ ഒരു കോഫി കൂടി വാങ്ങിച്ച് അതിനൊന്നിച്ചിട്ടുണ്ട് ഒരു പരിപ്പ് വട കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളിയാട്ടോ അത്. അങ്ങനെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ ഇതുപോലെ പൂക്കൾ കൃഷി ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടേനു. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് നിർത്തിയിട്ട് ആ പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടേനു. അങ്ങനെ ഇതാ ഫൈനലി ഞങ്ങൾ മൈസൂർ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ ഹോട്ടലിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയതിനു ശേഷം സ്ഥലങ്ങൾ കാണാൻ പോകാൻ വിചാരിച്ചത്. ഐസി ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് അവനക്ക് ഇഷ്ടപ്പെട്ട സൂ തന്നെ കാണാനാട്ടോ ഞങ്ങൾ പോയത്. കുട്ടികൾക്ക് പിന്നെ ഈ ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ കേട്ടോ ഇവിടത്തേക്ക് വന്നത്. ഓൾറെഡി ഞങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ടുള്ളതാണ്. പിന്നെ അവൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ആൾ ഹാപ്പി ആകാൻ വേണ്ടിയിട്ടൊന്ന് വന്നു. ഇവിടെ നിന്ന് അങ്ങനെ ഇഷ്ടംപോലെ മൃഗങ്ങളെയൊക്കെ കണ്ടപ്പോൾ തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവിടെ ഏകദേശം ഒരു 1.5 hour അല്ലെ 2 hour അത്രയും ടൈം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് വൃന്ദാവൻ ഗാർഡനിലേക്കാണ്. അവിടുത്തെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ കാണാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. അപ്പോൾ ഏകദേശം ഒരു 6 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 മണി ആ ഒരു റേഞ്ചിലാട്ടോ അവിടെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായത്. അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പം തന്നെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൈസൂർ വരികയാണെങ്കിൽ എന്തായാലും ഈ ഒരു ഷോ ആരും മിസ്സാക്കരുത്. അത്രയും അടിപൊളിയാണ്. അതുപോലെ ഇവിടെ അത്രയും തിരക്കും ഉണ്ടാവും. പക്ഷേ ആ ഒരു ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത് കാണാൻ വേറെ തന്നെ ഒരു ഫീലാട്ടാ. ഏകദേശം ഒരു 10 to 15 minutes ആട്ടോ ആ ഷോ ഉണ്ടായത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ട് ഒരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ നടത്തി. അതിന് പുറത്തുതന്നെ ഷോപ്പിങ്ങിൻ്റെ ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് A to Bയിലേക്കാണ്. അവിടെ നിന്ന് നല്ല അടിപൊളി ഫുഡ് കൂടി കഴിച്ച് പിന്നെ അന്നത്തെ ദിവസത്തെ കറക്കമൊക്കെ മതിയാക്കി നേരെ റൂമിലേക്ക് പോയിട്ടാണ്. അപ്പോൾ മൈസൂരിലെ പാർട്ട് 1 വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പാർട്ട് 2 കാണാൻ വേണ്ടി എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.